താര താര ഇവിടെ ആരെങ്കിലും മരിച്ചോ? ആ കാറിനകത്തൊരു ബാക്ക് പാക്ക് വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് ഇറങ്ങി വാ. ഇതേതാ സ്ഥലം? ആ ഓടിച്ചോടിച്ച് വഴി കീറുന്ന ഇവിടെയാ. അത് മാഡ്രിഡ് എന്ന് കേട്ടൊരു ഓർമ്മ. മാഡ്രിഡ്. അത് ഞാന് മാഡ്രിഡിലേക്ക് ടിക്കറ്റ് എടുത്തു എന്ന് ഡേവിഡിന് അറിയാൻ അത്ര സമയമൊന്നും എടുക്കില്ല. കാരണം അയാളത് അങ്ങനെ തന്നെ അറിയണമെന്ന് വിചാരിച്ചത് ഞാൻ തന്നെയാണ്. അവന് മാഡ്രിഡിൽ പോയി തപ്പിക്കോളും. അതെ, അപ്പോ തൽക്കാലം ഇതേതാ സ്ഥലം എന്ന് പറ. അറിയില്ല. അറിയില്ലെന്നോ അതോ പറയില്ലെന്നോ? രണ്ട് വഴികളാണുള്ളത്. ഒന്ന് വന്ന വഴി, രണ്ട് മുന്നോട്ടുള്ള വഴി. യുവർ ചോയ്സ്. ഏതായാലും ഇറങ്ങി തിരിച്ചില്ലേ, മുന്നോട്ട് പോയ ശീലം. താര എങ്ങനെയാ മരിച്ചത്? എങ്ങനെ ജീവിച്ചു എന്ന് ആരും അന്വേഷിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെ മരിച്ചു എന്ന് എന്തിനറിയണം? Why do you care? For the surprise that she was, I do care. ഇപ്പൊ താഴത്തോടെ ഒരു വഴിയുണ്ട്. We can drive. തെക്ക് വടക്ക് പടിഞ്ഞാറെന്നാണല്ലോ തലവിധി. ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, രണ്ട് വഴിയല്ലേ ഉള്ളൂ. ഒരു മിനിറ്റ്. തല വീണാൽ ഇടത്, വാലാണേ വലത്. ഇടത് പോവല്ലേ? ഓക്കെ. എന്റെ പൊന്നുമോള് എന്നോട് ഇത് ചെയ്തല്ലോ. ആരോ ഒപ്പം ഉള്ളത് പോലെ അല്ലേ? ഇന്നലെ വരെ അടിച്ച കണക്കിനെ എന്റെ അപ്പൻ ഇതുവരെ കണ്ണു പറഞ്ഞു കാണില്ല. തന്റെ ഒരു മിമിക്രി. എന്തൊരു മുടിഞ്ഞ ഭാരമാണ് ഈ ബാഗിന്. എന്റെ ബാഗ് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞല്ലേ, എന്തിനാ സഹായിക്കാൻ നിന്ന്? ഇതിനകത്ത് അത് തുറക്കരുത്. നോക്കട്ടെ. ഓഹോ, ഡേവിഡ് ഈപ്പന്റെ കൂടടക്കം കുക്കുടമടക്കം അടിച്ചു മാറ്റിക്കൊണ്ട് ഒളിച്ചോടി തള്ളാനാണ് അപ്പൊ എന്നെ തുണക്കി വിളിച്ചത്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊലപാതകത്തിന് കൂട്ട് നിന്നാലും മോഷണത്തിന് ഞാൻ കൂട്ട് വെക്കില്ല. ഇതിൽ 5 പൈസ എനിക്ക് വേണ്ട. എനിക്ക് മഡ്രിഡിൽ പോകണ്ട, എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ. അതെ, മോഷണം വളരെ മോശമാണ് കുട്ടി. യേശുക്രിസ്തു പോലും മോഷണം. ഇതിൽ ഇരട്ടി ഓർണമെന്റ്സ് വീട്ടിലിട്ടാ ഞാൻ വന്നത്. വിശക്കുമ്പോ തന്നെ വായിൽ നിങ്ങൾ ഇട്ട് തരണ്ടേ? ഓ, അതിൽ നിന്നൊരു 2 പവന്റെ മാലയും തൊട്ട് നിൽക്കാൻ ഒരു 10 യൂറോന്റെ നോട്ടും. ഇത് എന്നെ കൊണ്ട് ഇവിടെ ഒരു തവളയെ പോലും കാണാനില്ല. ദാഹിച്ചിട്ടാണ്. എന്നാ വായിലിരിക്കുന്ന വെള്ളം വറ്റിക്കാതെ താനങ്ങ് നടാ. വഴി തെറ്റിന്നാ തോന്നുന്നേ. താനാണല്ലോ വണ്ടി ഇടത്തോട്ടേക്ക് വിട്ടത്. ഹലോ, കേശവൻ വഴി തെറ്റിക്കില്ല. ആരാ കേശവൻ? സകലദിനം കാരണമായ ആദി കേശവ പെരുമാൾ ഫ്രം കേരള. ഫോളോ മീ.
നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞുകൊണ്ടൊരു 4-5 കിലോമീറ്റർ കൂടുതൽ നടക്കേണ്ടി വന്നു. വലത്തോട്ടായിരുന്നെങ്കിൽ ഇതേ ഇവിടെ വന്ന് കയറിയനെ. തിരിച്ചു പോയിട്ട് ഒന്നുകൂടി ഇതുവഴി നടന്നു വരണോ? ഓ വേണമെന്നില്ല. ഇന്ന് രാത്രി നമ്മളിവിടെ തങ്ങുന്നു. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ഒളിച്ചോട്ടം തുടരുന്നു. എങ്ങനെ? അല്ല മാഡം, ഇതെന്തോന്ന് പ്രോഗ്രാം? മധുവിധു ആഘോഷമോ? ആ പ്രതീക്ഷ എന്തായാലും വേണ്ട. പക്ഷെ നേരെ ഉരുട്ടിയിട്ട് ഈ കാട്ടിലൂടെ ഒരു പടയോട്ടമാണ് നായകൻ്റെ മനസ്സിലെങ്കിൽ ആ പ്രോഗ്രാമിന് നായികയുടെ കൂട്ട് പ്രതീക്ഷിക്കേണ്ട. കൊള്ളാം, നല്ല തടി. ഇതെങ്ങനെ തുറക്കും? കാശ് കൊടുത്ത് ടീം കിട്ടി. Mama really loved this place. ഒരുപാട് ഇഷ്ടപ്പെട്ട ചിലതൊക്കെ she went out of her way to make it hers. Yeah, she bought this too. അങ്ങനെ ഒരുപാടൊന്നും വരില്ലായിരുന്നു, but she used to like to come and sit here. എന്താണ് പ്ലാൻ? കൊലപാതകം? I just want to cook for you. Supper? ക്യാബിൻ ഞാൻ കാണുന്നത് ഒരു മാഗസീൻ ആർട്ടിക്കിളിലാണ്. ജുവാൻ റോഡ്രിഗസ് എന്ന് പറഞ്ഞൊരു പെയിൻറ്റർ, അയാളുടെ കൂട്ടുകാരി മെലീന, അവരൊരു ആർട്ടിസ്റ്റായിരുന്നു. രണ്ടുപേരുടെയും ഫേവറേറ്റ് എൻഡിങ് സ്പോട്ടായിരുന്നു ഈ സ്ഥലം. ജുവാൻ്റെ ഒരു പെയിൻറ്റിങ് സെഷൻ്റെ ഇടയിൽ ലേക്കിൻ്റെ മഞ്ഞിനുള്ളിലേക്ക് പോയ മെലീന പിന്നെ തിരിച്ചു വന്നില്ല. ദിവസങ്ങളോളം അയാൾ പരതി. അവരുടെ മരണം ഇപ്പോഴും അയാൾ വിശ്വസിച്ചിട്ടില്ല. അയാളുടെ സ്വന്തം കൈകൊണ്ട് മെലീനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്യാബിനാണിത്. ഒരു നാൾ അവർ തിരിച്ചു വന്നാൽ അവരോടൊപ്പം താമസിക്കാം. കൊള്ളാം, നല്ല കഥ. മാഗസീനിൽ അച്ചടിച്ച് വരാൻ പറ്റിയ ഐറ്റമാ. ഇത് കഥയല്ല ജയ, പോർച്ചുഗീസ് ആർട്ട് സർക്കിളിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ ബാക്ക്ഗ്രൗണ്ടാണിത്. ഈ ലേക്കും ഈ ആകാശവും ഈ ക്യാബിനും ഒക്കെ. സായിപ്പെന്ന് പറയുന്ന വർഗത്തെ അറിഞ്ഞൂടാത്തോണ്ടാ. സംഗതി ഒരു കരിങ്കലാണെങ്കിലും വിറ്റുപോകാൻ അതിനെപ്പറ്റി ഒരു കഥ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ നന്നായിട്ട് മസാലയും ചേർക്കും. ഇവന്മാരുടെ ഭക്ഷണത്തിനെ ഉപ്പും മുളകും ഇല്ലാത്തേ ഉള്ളൂ. എന്നാൽ ഇനി ഞാൻ കഥയല്ലാത്തൊരു കാര്യം പറയട്ടെ. എൻ്റെ കഥ നിന്നോടല്ല, ഈ കാണുന്നതിനോട്.